ഹലോ, സന്ധ്യാസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഓണമല്ല ഇങ്ങ് അടുത്തല്ലോ, എന്നാൽ പിന്നെ നമുക്കൊരു മസാലക്കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇനി ഇതിന് വേണ്ട ചേരുവകൾ എന്തെല്ലാം നോക്കാം. വേവിച്ച് വെച്ച പട്ടാണി, ഉരുളക്കിഴങ്ങ്, തക്കാളി, ഒരു വലിയ ഉള്ളി. ഇനി അതിന് അരപ്പിന് വേണ്ട കൂട്ടുകൾ നോക്കാം. പട്ട, ഗ്രാമ്പു, കുരുമുളക്, പെരിഞ്ചീരം, ഒരു കപ്പ് തേങ്ങ ചിരവിയതും കൂടെ. ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി, വെള്ളിയുള്ളി, ഉരുളക്കിഴങ്ങ്, വേവിച്ച് വെച്ച പച്ചപ്പട്ടാണിയും കൂടെ ഇട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് ഒരു 1.5 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് പൊടിയുപ്പും കൂടെ ചേർത്ത് ഇതിനെ ഒന്ന് നല്ലവണ്ണം വെള്ളം വറ്റുന്നത് വരെ വേവിച്ചെടുക്കുക. ഇതിലെ വെള്ളമെല്ലാം ഒന്ന് വറ്റിയതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് നല്ലവണ്ണം ഇളക്കി അടച്ച് വേവിച്ചോളൂ. ഇതെല്ലാം ഒന്ന് വെന്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് തൂവി ഒന്നും കൂടെ അടച്ച് ഒരു 5 മിനിറ്റ് ഒന്നും കൂടെ വേവിച്ചോളൂ. ഇതാ നമ്മുടെ മസാലക്കറി റെഡി ആയിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ഇടാനും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.